കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്ന് ഞാനിവിടെ ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെയല്ല നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വാട്സാപ്പിൽ ഈയിടെയായി ലക്ഷക്കണക്കിന് മലയാളികൾ ഷെയർ ചെയ്ത ഒന്ന് രണ്ട് സന്ദേശങ്ങൾ ആദ്യം നമുക്കൊന്ന് കേട്ടുനോക്കാം. ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ ചിത്രവും ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രവുമെല്ലാം വെച്ച് പറക്കുന്ന ഒന്ന് രണ്ട് സന്ദേശങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ ഫോട്ടോ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് മധുരയിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണിത്. അപ്പോൾ തികച്ചും സാധാരണക്കാരായ ജീവിച്ച ഈ കുട്ടിക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു 8 ലക്ഷം രൂപയുടെ ഒരു മേജർ സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ വാട്സാപ്പ് അതോറിറ്റീസ് അവര് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എന്തെന്ന് വെച്ചാല് നിങ്ങൾ ഈ ഫോട്ടോയും ഈ ഓഡിയോയും ഷെയർ ചെയ്യുകയാണെങ്കിൽ 10 പൈസ വെച്ചാൽ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട ഈ ഷെയർ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നന്മയുള്ള മനസ്സിന് ഉടമയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി രണ്ടാമത്തെ സന്ദേശം, ഇതിനൊപ്പം ഒരു ചിത്രവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ ഫോട്ടോ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് മധുരയിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണിത്. അപ്പോൾ തികച്ചും സാധാരണക്കാരായ ജീവിച്ച ഈ കുട്ടിക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു 8 ലക്ഷം രൂപയുടെ ഒരു മേജർ സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ വാട്സാപ്പ് അതോറിറ്റീസ് അവര് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എന്തെന്ന് വെച്ചാല് നിങ്ങൾ ഈ ഫോട്ടോയും ഈ ഓഡിയോയും ഷെയർ ചെയ്യുകയാണെങ്കിൽ 10 പൈസ വെച്ചാൽ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട ഈ ഷെയർ കേട്ടല്ലോ, ഈ രണ്ട് മെസ്സേജുകളുടെയും ഉറവിടം ഒന്ന് തന്നെയാണ്. ഒരേ വ്യക്തി തന്നെയാണ് ഈ മെസ്സേജുകൾ വാട്സാപ്പിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത്തരം 20ഓളം മെസ്സേജുകളാണ് ഈ ശബ്ദത്തിൽ പല പെൺകുട്ടികളുടെയും ചെറിയ കുട്ടികളുടെയും ഫോട്ടോ ചേർത്ത് വാട്സാപ്പിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരേ വ്യക്തി തന്നെ നിർമ്മിച്ചവയാണ്. അത് ആ ശബ്ദം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. സഹജീവികളോട് കരുണ കാണിക്കാനുള്ള നമ്മുടെ മനസ്സിനെ ചൂഷണം ചെയ്ത് തെറ്റായ, ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത വ്യാജ വാർത്തകൾ സ്വന്തം മനസ്സിന് സന്തോഷം നൽകാൻ ഷെയർ ചെയ്യിക്കുകയാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ തന്റെ പോസ്റ്റുകൾ കൂടുതൽ ഷെയർ ചെയ്തു പോകുന്നത് കണ്ട് സന്തോഷിക്കുന്ന ചിലരാണ് സിനിമാ നടി അമല പോളിന്റെയും ഭാവനയുടെയും ബാല്യകാല ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ കാണാനില്ല എന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതും. പെൺകുട്ടികളുടെ ഫോട്ടോ കണ്ടാൽ മലയാളികൾ ക്ലിക്കും ലൈക്കും ചെയ്യും. അത് ശരിക്കും അറിയാവുന്നവർ അത് മുതലാക്കി നിങ്ങളെ പലരെയും വിഡ്ഢികളാക്കി. ഇന്നും ആ ചിത്രങ്ങൾ ആയിരങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു. വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ ഉടമ ഒരേ ഒരാളാണ്, നമ്മുടെ ഫേസ്ബുക്കിന്റെ ഉടമസ്ഥൻ സാക്ഷാൽ സുക്കർബർഗ് നിങ്ങളുടെ ഓരോ ഷെയറിനും 10 പൈസയോ 1 രൂപയോ നൽകും എന്നത് വെറും വിഡ്ഢിത്തമാണ്. നിങ്ങളിൽ ആ മെസ്സേജ് എത്തിക്കണമെങ്കിൽ സുക്കർബർഗിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ഓർക്കുക. നേരിട്ട് നിങ്ങളുടെ വാട്സാപ്പിലോ ഫേസ്ബുക്ക് അക്കൌണ്ടിലോ ആ മെസ്സേജ് എഴുതി കാണിക്കാൻ സുക്കർബർഗിനാകും. പിന്നെന്തിനു ഷെയർ ചെയ്യണം? കാളവെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന ശീലം നിർത്തുക. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന ഇത്തരം ഷെയറുകൾ നാളെ നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ കലാപം വരെ ഉണ്ടാക്കാൻ കാരണമായേക്കും. പലയിടത്തും ഇപ്പോൾ വർഗീയ കലാപം ഉണ്ടാകുന്ന വാട്സാപ്പിലൂടെ പരക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ പരക്കുന്ന തെറ്റായ ഷെയറിങ്ങുകൾ കാരണമാണ്. നോർത്ത് ഇന്ത്യയിൽ ഈയിടെയുണ്ടായ പല വർഗീയ കലാപങ്ങളും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഉണ്ടായ തെറ്റായ ഷെയറിങ്ങുകളിൽ നിന്നാണ്. അതിനാൽ ജാഗ്രത പാലിക്കുക.